നമസ്കാരം. ഇറാനിലെ തന്ത്രപ്രധാനമായ സ്റ്റീൽ പ്ലാന്റുകൾക്കും ആണവ കേന്ദ്രങ്ങൾക്കും നേരെ അമേരിക്ക ഇസ്രായേൽ സഖ്യം നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി ശക്തമാകുന്നു. ഇറാന്റെ സാമ്പത്തിക അടിത്തറയെയും ആണവ പദ്ധതികളെയും ലക്ഷ്യമിട്ടുള്ള ഈ നീക്കത്തിന് ഇറാൻ കനത്ത വില ഈടാക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാൻചി കർശന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. IDF ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൈനിക നടപടിയിലൂടെ അരാക്കിലെ ഹെവി വാട്ടർ പ്ലാന്റിലും യാസ്തിലെ യുറേനിയം വേർതിരിച്ചെടുക്കൽ കേന്ദ്രത്തിലുമാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ആണവായുധ നിർമ്മാണത്തിന് ആവശ്യമായ പ്ലൂട്ടോണിയവും യുറേനിയവും ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രധാന കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ സേന നശിപ്പിച്ചിരിക്കുന്നത്. ആണവ ശേഷി കൈവരിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വ്യോമാക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതെന്ന് ഇസ്രായേൽ പറയുകയും ചെയ്തു. അതേസമയം US, ഇസ്രായേൽ, ഇറാൻ യുദ്ധം കൂടുതൽ അപകടകരമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം 2ാം മാസത്തിലേക്ക് കടക്കവേ യുദ്ധത്തിൽ പങ്കുചേർന്ന് യമനിലെ ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘമായ ഹൂത്തികളും തെക്കൻ ഇസ്രായേലിന് നേർക്ക് ഹൂത്തികൾ മിസൈൽ തൊടുത്തു. മിസൈലിനെ പ്രതിരോധിച്ചതായും ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ലെന്നും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു. ഹൂത്തി ആക്രമണത്തിന് ശേഷം തെക്കൻ ഇസ്രായേലിലെ ബീർ ഷൈബയിലും പരിസര പ്രദേശങ്ങളിലും സൈറണുകൾ മുഴങ്ങി. ഇസ്രായേലി സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ബാലിസ്റ്റിക് മിസൈലുകളുടെ ആക്രമണമാണ് നടന്നത്. അൽ മസീറ സാറ്റലൈറ്റ് ടെലിവിഷനിലൂടെ ഹൂത്തികളുടെ സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹ്യ സാരി ആക്രമണം നടത്തുമെന്ന് അറിയിച്ചിരുന്നു. അടുത്തിടെ നടന്ന ഇറാൻ യുദ്ധത്തിൽ നിന്ന് ഹൂത്തികൾ വിട്ടുനിന്നിരുന്നു. ഹോർമൂസ് കടലിടുക്കിന് പുറമെ ഹൂത്തികൾക്ക് സ്വാധീനമുള്ള ബാബ് അൽ മധാബ് കടലിടുക്ക്, ചെങ്കടൽ, സൂയസ് കനാൽ എന്നിവ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചാൽ ലോകം വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങും. നിലവിൽ മേഖലയിലുള്ള 50,000 US സൈനികർക്ക് പുറമെ 10,000 സൈനികരെ കൂടി വിന്യസിക്കാൻ അമേരിക്ക നീക്കം തുടങ്ങിയതായി കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ഇറാനും സജ്ജമായി കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട്. ഖാർക്ക് ദ്വീപ് പിടിച്ചെടുക്കാനുള്ള ഏത് നീക്കത്തെയും ചെറുക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. സൈനിക താവളങ്ങൾ സംരക്ഷിക്കാൻ ശേഷിയില്ലാത്ത US സയനിസ്റ്റ് ശക്തികൾ സാധാരണക്കാരെ മനുഷ്യ കവചമായി ഉപയോഗിക്കുകയാണെന്ന് IRGC ആരോപിച്ചു. അമേരിക്കൻ സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ എത്രയും വേഗം മാറി താമസിക്കണമെന്നും IRGC മുന്നറിയിപ്പ് നൽകി. ഇറാൻ പൗരന്മാരെയും പ്രമുഖ വ്യക്തികളെയും ലക്ഷ്യം വയ്ക്കുന്ന അമേരിക്കൻ ഇസ്രായേൽ സേനയെ കണ്ടെത്തുന്നിടത്തെല്ലാം ഇല്ലാതാക്കുക എന്നത് തങ്ങളുടെ കടമയാണെന്ന് ഇറാൻ ആവർത്തിച്ചു പറഞ്ഞു. വ്യാഴാഴ്ച പശ്ചിമേഷ്യയിലെ പ്രധാന US, ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് വലിയ തോതിലുള്ള ആക്രമണം ഇറാൻ നടത്തിയിരുന്നു. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്ന പേരിൽ നടന്ന ഈ ആക്രമണത്തിനായി യാ അബ അബ്ദുള്ള അൽ ഹുസൈൻ എന്ന പ്രത്യേക കോഡ് ഉപയോഗിച്ചിരുന്നു. അഷ്ദോദിലെ എണ്ണ ഡിപ്പോകൾ, മോദിയിൽ സെറ്റിൽമെന്റിലെ സൈനിക കേന്ദ്രം, അൽ ദാഫ്ര, അൽ ഉദൈദ എന്നിവിടങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾ എന്നിവ ആക്രമണത്തിൽ തകർത്തതായി ഇറാൻ പറഞ്ഞു. എന്തായാലും ആണവായുധം നിർമ്മിക്കാൻ ഇറാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇത്തരത്തിൽ ആണവായുധം ഉണ്ടാക്കാൻ ഒരിക്കലും ഇറാനെ കൊണ്ട് സമ്മതിപ്പിക്കാതെ ഇസ്രായേൽ അവിടങ്ങളിലൊക്കെ കയറി ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഇറാൻ അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കിയെന്ന് പറയുന്നുണ്ട്. അതിന് തൊട്ടു പിന്നാലെ ഗൾഫ് മേഖലയിലേക്ക് അടക്കം മിസൈൽ അയച്ചിരിക്കുകയാണ് ഇറാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും പശ്ചിമേഷ്യ യുദ്ധകലുഷിതമായി തുടരുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്.